അങ്ങനെ വയനാടൻ സന്ദർശനം പൂർത്തിയാക്കി അദ്ദേഹം മടങ്ങിയാണ്. ദുരന്തമുഖത്ത് പ്രധാനമന്ത്രി ഇപ്പോൾ നടത്തിയ ഇടപെടലുകൾ കേരളത്തിന് നൽകുന്ന പ്രതീക്ഷകൾ നിരവധിയാണ്. അവിടെ കേരളത്തിൻ്റെ ആവശ്യം സമഗ്രമായ ഒരു പദ്ധതി ആസൂത്രണം, പദ്ധതി പ്രഖ്യാപനമൊക്കെ കേരളം ആവശ്യപ്പെടുന്നുണ്ട്. 2000 കോടിയുടെ സഹായം ആവശ്യപ്പെടുന്നു. അങ്ങനെ കേരളത്തിൻ്റെ ആവശ്യങ്ങളോ അതിനപ്പുറമോ കേന്ദ്രം ഇടപെടൽ നടത്തുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും സംസ്ഥാനത്തിൻ്റെ ആവശ്യത്തിനൊപ്പം ഒന്നിച്ചു നിൽക്കാൻ കേന്ദ്ര സർക്കാരും ഉണ്ടാകുമെന്ന ഉറപ്പുകൂടി നൽകിയാണ് പ്രധാനമന്ത്രി മടങ്ങുന്നത്. രാവിലെ 10:30 പ്രധാനമന്ത്രി കണ്ണൂർ വിമാനത്താവളത്തിൽ പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിൽ നിന്ന് എത്തുന്നത്. അതിനുശേഷം അദ്ദേഹം ഹെലികോപ്റ്റർ മാർഗം മുഖ്യമന്ത്രിയും ഗവർണർക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കുമൊപ്പം ദുരന്തമുഖത്തേക്ക് അദ്ദേഹം യാത്ര ചെയ്തു. വ്യോമമാർഗം ആ ദുരന്ത മേഖലയിൽ അദ്ദേഹം സന്ദർശനം നടത്തിയ ശേഷമാണ് കൽപ്പറ്റ സ്കൂളിലെ ഹെലിപ്പാഡിൽ അദ്ദേഹം വന്നിറങ്ങിയത്. അതിനുശേഷം റോഡ് മാർഗം ദുരന്തമുഖത്തേക്ക് ആ ഇടത്തേക്ക് എത്തിയ അദ്ദേഹം ബെയിലി പാലം കടന്ന് ചൂരൽമലയുടെ വിവിധ മേഖലകളിൽ ഏകദേശം 1/2 കിലോമീറ്ററോളം ഉള്ളിലേക്ക് നടന്നു ചെന്നുകൊണ്ട് ആ മേഖലകളിലെ സാഹചര്യം, വെള്ളാർമല സ്കൂളിലെ നിലവിലെ ദുരന്തമായ ചിത്രം, ഇതൊക്കെ അദ്ദേഹം നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടു. അതിനുശേഷം സെൻറ്റ് ജോസഫ് സ്കൂളിലെ ക്യാമ്പിലെത്തി അവിടെ ക്യാമ്പിൽ കഴിയുന്നവരുമായി അദ്ദേഹം ആശയവിനിമയം നടത്തി. വിംസ് ആശുപത്രിയിലെ സന്ദർശന പരിപാടിക്കും അദ്ദേഹം എത്തി. അവിടെ ആശുപത്രിയിൽ ചികിത്സ കഴിയുന്നവരുമായി അദ്ദേഹം സന്ദർശിച്ചു. അതിനുശേഷമാണ് അദ്ദേഹം ഇപ്പോൾ ഈ കളക്ടറേറ്റിൽ നടന്ന അവലോകന യോഗത്തിലും പങ്കെടുത്തത് അദ്ദേഹം മടങ്ങുന്നത്. എന്തായാലും പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ സന്ദർശനം നൽകുന്ന സന്ദേശം നിരവധിയുണ്ട്. കേരളം ഒറ്റയ്ക്കല്ല, കേന്ദ്രവുമുണ്ട്. നമ്മളൊന്നാണ്. വയനാടൻ ജനതയ്ക്ക് നൽകുന്ന ആത്മവിശ്വാസവും ചെറുതല്ല. അവർക്കും നൽകുന്ന സന്ദേശം നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം എന്ന സന്ദേശം കൂടിയാണ്.